ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. അപ്പോൾ നാളെ ഏപ്രിൽ 12 ഹനുമത് ജയന്തിയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷവും ഹനുമത് ജയന്തിയെക്കുറിച്ച് ഞാൻ ഇട്ടിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. കാരണം ഏപ്രിലാണ് ഞാൻ ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഓർമ്മ ഞാൻ ഹനുമത് ജയന്തിയെക്കുറിച്ച് ഇട്ടു എന്നാണ്. അപ്പോൾ എന്തായാലും നാളെ ഹനുമത് ജയന്തിയാണ്. ചൈത്ര മാസത്തിലെ പൗർണമിയും ഒത്തുചേരുന്ന ദിവസം ആണ് നമ്മൾ ഹനുമത് ജയന്തിയായി ആഘോഷിക്കുന്നത്. അതെല്ലാവർക്കും അറിയാം. 2 ഹനുമത് ജയന്തി ഉണ്ട്. ഇതിപ്പോൾ ചൈത്ര മാസത്തിലെ പൗർണമി നാളിൽ വരുന്ന ഹനുമത് ജയന്തി നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ ജന്മദിനമായാണ് ഇത് ആഘോഷിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, എവിടെ ശ്രീരാമസ്വാമി ഉണ്ടോ അവിടെ ഹനുമാൻ സ്വാമിയും ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ സർവ വ്യാകരണ പണ്ഡിതൻ കൂടിയാണ് ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എനിക്ക് വളരെ തുച്ഛമായ അറിവുകളാണുള്ളത്. അതെപ്പോഴും ഞാൻ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. തെറ്റും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സും ക്ഷമിക്കുക. അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ വിശേഷതയാണെങ്കിൽ നമുക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയും വിശേഷതകൾ ഉള്ള ഭഗവാനാണ്. സർവ വ്യാകരണ പണ്ഡിതൻ, അത്രയേറെ അറിവും ജ്ഞാനവുമുള്ള ഭഗവാനാണ് ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത്. അതുപോലെ ഹിമാലയ സാനുക്കളിൽ ഹനുമാൻ സ്വാമിയെ കണ്ടവരുണ്ട് എന്ന് പോലും പറയപ്പെടുന്നു. അപ്പോൾ ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് ചിരഞ്ജീവിയാണല്ലേ. അപ്പോൾ ഹനുമാൻ സ്വാമിക്ക് മരണമില്ല ഒരിക്കലും, സത്യം പറഞ്ഞാൽ. അപ്പോൾ ഈ കലിയുഗത്തിലും ഹനുമാൻ സ്വാമി ജീവിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും ശക്തിമത്തായ, അത്രയും ശ്രേഷ്ഠമായ ഒരു വിശ്വാസമാണ് ഹനുമാൻ സ്വാമിയെ പറ്റി നമുക്ക് ഏവർക്കും പറയാനുള്ളതല്ലേ. നമ്മുടെ ട്രിവാൻഡ്രത്താണെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ പാളയത്തിൽ ഒരു അമ്പലമുണ്ട്. വളരെ പഴയ കാലം മുതൽ തന്നെ ഉള്ള ക്ഷേത്രമാണ്. അവിടെ ഞാനും പോയിട്ടുണ്ട്. കഴിഞ്ഞ ഹനുമത് ജയന്തിക്ക് ഞാൻ അവിടെ പോയിരുന്നു. അപ്പോൾ ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രമുണ്ടെങ്കിൽ നമുക്ക് അവിടെയും പോയി പിന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മുല്ലപ്പൂക്കൾ സമർപ്പിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വിശിഷ്ടമായ നൈവേദ്യമാണെന്നാണ് പറയപ്പെടുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങമാല ചാർത്താറുണ്ട്, വെറ്റിലമാല ചാർത്താറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഹനുമാൻ സ്വാമിയുടെ പിന്നെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് എല്ലാവരും ചെയ്യുന്നത്. പിന്നെ അതുപോലെ പറയുകയാണെങ്കിൽ ഏതൊരു പൂജയും പോലെ തന്നെ ഇരുട്ട് മാറ്റി വെളിച്ചം വരുത്തുന്നതാണല്ലോ. അതായത് തിന്മകൾ നിറഞ്ഞ ഈ ലോകത്തിൽ നന്മയിലേക്കുള്ള ഒരു കാൽവയ്പ്പാണ് ഓരോ പൂജകളും ഓരോ ദൈവികമായ ആചാരങ്ങളും ഉള്ളതല്ലേ. അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം തൊട്ടടുത്തുണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കുക. ശ്രീരാമസ്വാമിയുടെ പടമാണ് നമ്മുടെ വീട്ടിലുള്ളതെങ്കിൽ അത് നല്ല തുടച്ച് പനിനീരൊക്കെ കൊണ്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി നമ്മുടെ കയ്യിലുള്ള പൂജാദ്രവ്യങ്ങൾ വെച്ച് ഭഗവാനെ സന്തോഷിപ്പിക്കുക. അതുപോലെ തന്നെ ഭഗവാന്റെ ഹനുമാൻ ചാലിസ കേൾക്കുന്നതും, അതുപോലെ പറയാൻ അറിയാത്തവർ കേൾക്കുന്നതായാലും മതി, മനസ്സ് ഏകാഗ്രമാക്കി വെച്ച് ഹനുമാൻ ചാലിസ ഇട്ട് നമ്മൾ കേൾക്കുക. അത് വീടിനും അതുപോലെ തന്നെ അത് കേൾക്കുന്നവരുടെ മനസ്സിലേക്കും നന്മയും അതുപോലെ തന്നെ ധാരാളം സമൃദ്ധിയും ആയുസ്സും ആരോഗ്യവും ഒക്കെ കൊണ്ടുവരും എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിലുള്ളതല്ല പ്രധാനം. നമ്മൾ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം നമുക്ക് മനസ്സമാധാനവും രോഗമില്ലാത്ത അവസ്ഥയും ഉണ്ടാവുക എന്നത് വളരെ പ്രാധാന്യമാണ്. ഓരോ പൂജകളിലും നമ്മൾ പറയുന്നത് പോലെ വ്രതം നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് മാത്രമാണ് നമ്മൾ കൈക്കൊള്ളേണ്ടത്. പിന്നെ വെറ്റിലമാല സമർപ്പിക്കാൻ കഴിയാത്തവർ നമ്മുടെ വീട്ടിലുള്ള ഏതൊരു പൂക്കളും ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. ഹനുമാൻ സ്വാമിയുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ഊർജം നമുക്ക് പകരും. ഇനി വീട്ടിലിരുന്ന് മനസ്സുകൊണ്ട് ഭഗവാനെ സ്മരിക്കുകയാണെങ്കിലും പിന്നെ 108 പ്രാവശ്യം ശ്രീരാമജയം എഴുതി ശ്രീരാമദൂതായ ഹനുമതേ നമഃ എന്നാണല്ലോ മന്ത്രം തന്നെ വരുന്നത്, ഭഗവാന്റെ മന്ത്രം. അപ്പോൾ അത് എത്ര പ്രാവശ്യം പറയാൻ കഴിയുന്നുവോ അത്രയും പ്രാവശ്യം പറയുക. നമ്മൾ നമ്മുടെ ശത്രുക്കളെയോ അല്ലെങ്കിൽ നമുക്കിഷ്ടമില്ലാത്ത ആൾക്കാർക്കോ ദോഷം വരണം എന്നൊരിക്കലും ഒരു ഭഗവാനോടും പ്രാർത്ഥിക്കാൻ പാടില്ല. നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നുള്ള ശല്യം ഉണ്ടാകരുതെന്ന് മാത്രമാണ് നമ്മുടെ പ്രാർത്ഥന വേണ്ടത്. നമുക്ക് നമ്മുടെ ശത്രുക്കളിൽ നിന്ന് ശല്യം ഉണ്ടാകാതിരിക്കുക എന്നത് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്.
അതുപോലെ മറ്റുള്ളവർക്ക് ഒരു തരത്തിൽ ബുദ്ധിമുട്ട് വരുന്ന ഒരു പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ മനസ്സറിഞ്ഞ് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഭഗവാന്റെ കരസ്പർശം ഓരോ ഫ്രണ്ട്സിലും ഉണ്ടാകട്ടെ. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം, ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം എൻ്റെ ഓരോ ഫ്രണ്ട്സിൻ്റെ വീട്ടിലും സമ്പൽ സമൃദ്ധിയും ആയുസ്സും ആരോഗ്യവും ഒക്കെ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം എല്ലാ ഫ്രണ്ട്സിനും ഹനുമത് ജയന്തി ആശംസകൾ അറിയിക്കുകയാണ് കേട്ടോ. ശ്രീരാമജയം എത്ര എഴുതാൻ കഴിയുന്നോ അത്ര എഴുതുക. കാരണം ശ്രീരാമ ഭക്തനാണ് ഹനുമാൻ സ്വാമി. ശ്രീരാമനെ എത്രത്തോളം നമ്മൾ പ്രാർത്ഥിക്കുന്നുവോ അത്രത്തോളം ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും നമ്മളിലേക്ക് വരും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും എല്ലാമുള്ള ഹനുമത് ജയന്തി ആശംസകൾ ആശംസിക്കുകയാണ്. ഒപ്പം ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ വീണ്ടും കാണാം കേട്ടോ.